ന പദമ പരേമ പ പദമ പമ്മ പ പദമ പഗമ പ പദമ പമ്മ നീ നിസന്നി സരി സനി സമകാരി കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. കർണാടക സംഗീതത്തെ കൂടുതൽ അറിഞ്ഞാൽ പാട്ടുകൾ കൂടുതൽ പഠിക്കാൻ എളുപ്പമാണ്. കർണാടക സംഗീതവും ലളിതഗാനവും കർണാടക സംഗീതവും കടലാണ്. നിളയും കടലും പോലെയാണ്. ലളിത സംഗീതം നിള പോലെ ലൈറ്റ് ആയിട്ട് ഒഴുകും, മറ്റേത് കടൽ പോലെ. ഏറ്റവും കൂടുതൽ ഇഷ്ടമായ രാഗം പറഞ്ഞല്ലോ, ഏതാ? കനകാംഗി. കനകാംഗി. ഈ കനകാംഗിയിൽ ഒരു ഒന്ന് രാഗം ആരോഹണം അവരോഹണം ഓഡിയൻസിന് എളുപ്പം പഠിക്കാനായിട്ട് അതെ ഏറ്റവും എളുപ്പമാണ്. ഇപ്പം അങ്ങനെയാണല്ലോ, എല്ലാവർക്കും എളുപ്പം പഠിക്കണം. അങ്ങനെ എളുപ്പം പഠിക്കാൻ പറ്റുന്ന ഒരു വഴി എങ്ങനെയാണ്? അതിന് ഏത് രീതിയിലാണ്? ഒന്ന് ആദ്യം കർണാട്ടിക് സംഗീതത്തിന്റെ ബേസിക് അറിയണം. അത് പ്രധാനമാണ്. ഫണ്ടമെന്റൽ പഠിക്കണം. അത് സപ്തസ്വരങ്ങൾ ആദ്യം മായാമാളവിളെയാണല്ലോ പഠിക്കുന്നത്. അതെ. അതിനുശേഷമാണ് അതിനുശേഷം ഈ കനകാംഗി ഫസ്റ്റ് മേളകർത്ത രാഗമാണ്. അതെ. ഫസ്റ്റ് മായാമാളവികൾ 15ാമത്തെയാണ്. അതെ അതെ. ഫസ്റ്റ് തുടങ്ങുന്ന മേളകർത്ത രാഗം കനകാംഗിയാണ്. പക്ഷെ എനിക്ക് അതിന് ഉഗ്രമായ അതിന്റെ രാഗം എന്നാ രസം അതിന്റെ. ആണല്ലേ? അതെ ഒന്ന് ആരോഹണം അവരോഹണം ഒന്ന് പാടണേ. ഗാന്ധാരമൊക്കെ ഉണ്ടല്ലോ, ശുദ്ധ ഗാന്ധാരമാണ്. ശുദ്ധ ഋഷഭം. സരേ ഗാമ പദാനി സാ സാനി ദാ പ മ ഗ രി സ. പിന്നെ എളുപ്പം പഠിക്കാനുള്ളത് 2 ഗാന്ധാരം 2 ഋഷഭം ഇതിലും പാടാം. ഇപ്പം സരി രി മ എന്നും പാടാം, അങ്ങനെയും പാടാം. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാവും എല്ലാവർക്കും ഇങ്ങനെയാണ്. സരി രി മ പദ ദ സ ദ ദ പ മ രി രി സ. ഇതാണ് 2 ഗാന്ധാരമാക്കി പാടുന്നത്. സരി ഗ മ പദ നി സ സാനി ദ പ മ ഗ രി സ. ഇവിടെ കാന്താര ഇല്ല, കാന്താര കാന്താര. പദമ പരേമ പ പദമ പമ്മ പ പദമ പഗമ പ പദമ പമ്മ നീ നിസന്നി സരി സനി സമകാരി സ. അത് കേൾക്കുമ്പോ കനകാംഗി ഇഷ്ടായി. രസമായിട്ട് പിന്നെ സംഭവം അത് രസമായിട്ട്. അപ്പൊ ആ രാഗം ഒന്ന് പാടണം. കനകാംഗിയിലല്ലേ? കനകാംഗിയില് ശ്രീഗണനാഥം ഭജാമ്യഹോ ഒക്കെ ഉണ്ട്, ദാസേട്ടന്റെ ഉണ്ട്. അതെ 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 അതെ. പിന്നെ രംഗമാശ്വരണം കനകാംഗിയിലൊന്നും ചെയ്തിട്ടുണ്ട്. അങ്ങനെ പ്രയോഗിക്കാം. പിന്നെ ശ്രീരാഗം എന്നുള്ള സിനിമയിൽ ഒരു പാട്ടില്ലേ, കാഞ്ഞങ്ങാടും സാറും ദാസേട്ടനും കൂടെ പാടി. കനകാംഗി സ്വരവാഹിനി വരവർണിനി കുടജാദ്രി നിവാസിനി കനകാംഗി സ്വരവാഹിനി. കേട്ടാണോ? പിന്നെ കനകാംഗി രാഗ, അത് രംഗമാശ്രയാണേ. കനകാംഗി രാഗ രുചിരാംഗി, കനകാംഗി രാഗ രുചിരാംഗി കവന ഹൃദയ സംഗീത കമലിനി കനകാംഗി രാഗ രുചിരാംഗി കവന ഹൃദയ സംഗീത കമലിനി ത്രയംബികേ ത്രിപുര സുന്ദരേശ്വരി വരദേ ശുഭദേ സകലേ ജഗദംബേ കനകാംഗി
രാഗ രുചിരാഗി ഏ ഇതൊക്കെയാണ് സംഭവം. പിന്നെ ജയേന്ദ്ര സാർ ഒരെണ്ണം ചെയ്തില്ലേ, ഇതേ ഇങ്ങോട്ട് നോക്കി അങ്ങനെയുണ്ട്. പിന്നെ പകൽപൂരത്തില് ചേമന്തി മീനല്ലയോ അങ്ങനെ സാധനം കുറേ ഉണ്ട്. ഇതൊക്കെയാണ് സംഭവം. കർണാടിക് സംഗീതത്തെ കൂടുതൽ അറിഞ്ഞാൽ പാട്ടുകൾ കൂടുതൽ പഠിക്കാൻ എളുപ്പമാണ്. കർണാടക സംഗീതവും ലളിതഗാനവും, കർണാടക സംഗീതവും കടലാണ്, നിളയും കടലും പോലെയാണ്. ലളിത സംഗീതം നിള പോലെ ലൈറ്റ് ആയിട്ട് ഒഴുകും, മറ്റേത് കടൽ പോലെ. നാടൻ പാട്ടുകൾ എങ്ങനെയാണ് തോന്നുന്നത്? നാടൻ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നാ രസമാണ് ഇത്. എങ്ങനെയാണ് നാടൻ പാട്ടിനെ? രസമായിട്ട് നല്ലൊരു പ്രത്യേക ഫീലാണ്, വേറെ ലെവലത് പറയാൻ പറ്റില്ല. ഇതിൽ നിന്നൊക്കെ വേറെ ലെവലാട്ടാ, ഭയങ്കര ഇഷ്ടം. ഞാൻ കുറച്ച് പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. മണിച്ചേട്ടൻ പാടിയിരിക്കുന്ന എനിക്കുമുണ്ടേ അങ്ങേ വീട്ടില്, എനിക്കുമുണ്ടേ അങ്ങേ വീട്ടിൽ ഇഷ്ടത്തിലുള്ളൊരു പെണ്ണൊരുത്തി, ആ പാട്ട് നല്ല പാട്ടത്. വളരെ ലൈറ്റ് ആയിട്ടുള്ള രീതിയിൽ നാടൻ എന്ന് പറയാൻ പറ്റില്ല. ശരിക്കും നാടൻ എന്ന് പറയുന്നത് ശരിക്കും ട്രഡീഷണൽ ആയിട്ട് വന്നിരിക്കുന്ന കുറെ പാട്ടുകളാണ്. ട്രഡീഷണൽ സോങ്സ് ആണ്. അതെ ആ ട്രഡീഷണൽ സോങ്ങിൽ ഏത് ഒരെണ്ണം ഒന്ന് പാടാവൂ? പാടാൻ കിട്ടാം. അത് കഴിഞ്ഞിട്ട് രംഗമാഷയെ കുറിച്ച് ഒരു കാര്യങ്ങൾ പറയാനുണ്ട്. പറയണം. രംഗമാഷ 72 മേളാർത്തരാങ്ങളും കീർത്തനം 6 മാസം കൊണ്ട് ചെയ്തിട്ടാണ് അദ്ദേഹം. എല്ലാം എനിക്കറിയാൻ പാടില്ല, എനിക്ക് പഠിക്കാനുണ്ട്. പിന്നെ ഗുരുരത്ന പഞ്ചകം കേട്ടിട്ടുണ്ടോ? പഞ്ചകം നമ്മളിപ്പോ ത്യാഗരാജ പഞ്ചരത്ന കീർത്തനങ്ങളെല്ലാം കേട്ടിട്ടുണ്ട്. പക്ഷെ ഇവര് ഇപ്പം കർണാടക സംഗീതത്തിന്റെ പഞ്ചമഹാഗുരുക്കന്മാര് ഇപ്പം പ്രഥമ പാഠം നൽകിയ പുരന്ദരദാസർ, ത്യാഗരാജ സ്വാമികൾ, മുത്തുസ്വാമി ദീക്ഷിതർ, ശ്യാമശാസ്ത്രികൾ, മഹാരാജ ശ്രീ സ്വാതിരുന്നാൾ, ഈ 5 പഞ്ചമഹാഗുരുക്കന്മാരെ പ്രകീർത്തിച്ചുകൊണ്ട് ഇന്നേ വരെ ആരും ഒരു കീർത്തനം ചെയ്തിട്ടില്ല. കീർത്തനം ഓർമ്മയുണ്ടോ? അത് ഒരുപാടുണ്ട്. ഇപ്പൊ വനസ്പതി രാഗം വ്യത്യസ്തമാണ്, 5 രാഗത്തിലാണ്. വനസ്പതി, സരസ്വതി, പൂർവി കല്യാണി, ശങ്കരാഭരണം, ചക്രവാകം. അത് ആരും ചെയ്യാത്തൊരു കാര്യമാണ് അദ്ദേഹം. അത് ശരിക്കും പലർക്കും അറിയില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇത്തരം 5 കീർത്തനം ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നത് അത് സമ്മതിക്കണം. നമുക്ക് ആദ്യം നാടൻ പാട്ട് പറഞ്ഞാൽ കേട്ടിട്ട് നമുക്ക് വീണ്ടും തിരിച്ചു വരാം. മറ്റേ പാട്ടല്ലേ ഇപ്പം, കേക്കണോ പ്രിയ കൂട്ടരേ കിളി കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, കേൾക്കണോ പ്രിയ കൂട്ടരേ അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി പറന്നേ. പുരന്ദര സദ്ഗുരു. ഇപ്പം വനസ്പതി പദനേ 4ാമത്തെ മേളത്ത് പദനേ ആദ്യ താളത്തില് പുരന്ദര സദ്ഗുരുദാസോഹം, പുരന്ദര സദ്ഗുരുദാസോഹം, സംഗീതാമൃത സർവേശം, പുരന്ദര സദ്ഗുരുദാസോഹം, സംഗീതാമൃത സർവേശം, പുരന്ദര സദ്ഗുരുദാസോഹം, ദാസോഹം. അഞ്ചെണ്ണം എന്റെ പോലും ഞാൻ കുറെ സ്ഥലത്ത് അവതരിപ്പിച്ചായിരുന്നു കേട്ടോ. ആണല്ലേ? സൂര്യ ഫെസ്റ്റിവലിന് അവതരിപ്പിച്ചു. ശരിക്കും അത് ഇങ്ങനെ പറഞ്ഞു തന്നെയാണോ ചെയ്യുന്നത്? ഇപ്പം പറഞ്ഞ രീതിയിൽ അല്ലെ? അത് വേണം കേട്ടോ. പറഞ്ഞാലേ അറിയില്ലല്ലോ, പലർക്കും അറിയില്ല ഈ സാധനം. ഇല്ല, ഇത് ആർക്കും അറിയത്തില്ല. എല്ലാരും പഠിപ്പിച്ചെടുക്കണോ, അല്ലല്ലേ സിലബസിലൊക്കെ ഉൾപ്പെടുത്തേണ്ടതാണ്. ഇതിപ്പോ എന്തായാലും ജനങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു അറിവ് കാണുന്നവർക്ക് കിട്ടും. അതൊരു വലിയൊരു കാര്യമാണ്. കാരണം ഇങ്ങനെ ഒരു കീർത്തനങ്ങൾ ഉണ്ട് അറിയണം. അതെ. നാടൻ പാട്ടുകള് ഭയങ്കര ഇഷ്ടമല്ലേ? പിന്നെ ഞാൻ കുറെ പാട്ടുകൾ ചെയ്തിട്ടുണ്ട് കേട്ടാ. ഞാൻ ഉണ്ടാക്കിയ പാട്ടിനെ ഞാൻ ഉണ്ടാക്കിയ പാട്ടുകൾ എന്നാണ് പറയുന്നത്. അങ്ങനെ വേണ്ടത്. എന്റെ യൂട്യൂബ് ചാനൽ തന്നെ ഉണ്ട്, വിജുസ് ഡയറി ഉണ്ടാക്കിയ പാട്ടുകൾ. അപ്പൊ അതിനകത്ത് ചെയ്ത 1-2 പാട്ടുകളാണ് മണിച്ചേട്ടൻ പാടിക്കണ
എനിക്കുമുണ്ടേ അങ്ങേ വീട്ടിൽ ഇഷ്ടത്തിലുള്ളൊരു പെണ്ണൊരുത്തി, മഞ്ഞക്കിളിയും തോറ്റുപോകണ പൊന്നഴകുള്ളൊരു പെണ്ണൊരുത്തി, പൊന്നഴകുള്ളൊരു പെണ്ണൊരുത്തി. മാനത്തെ വെള്ളി നിലാവിൻ്റെ വട്ടം മുഴുവനുമുള്ള മുഖമാണ്, മാനത്തെ വെള്ളി നിലാവിൻ്റെ വട്ടം മുഴുവനുമുള്ള മുഖമാണ്, ചേലൊത്ത മാൻമിഴി കണ്ണാണ്, പഴം തക്കാളി ചീന്തിയ ചുണ്ടാണ്, ചേലൊത്ത മാൻമിഴി കണ്ണാണ്, പഴം തക്കാളി ചീന്തിയ ചുണ്ടാണ്. എനിക്കുമുണ്ട് എനിക്കുമുണ്ട് അങ്ങേ വീട്ടിൽ. അങ്ങനെ പോകുന്നൊരു പാട്ട്. ഓക്കെ, താങ്ക് യു. ഇതുപോലെയുള്ള കുറെ പരീക്ഷണങ്ങൾ നടത്തുന്നതാണ് പാട്ടുകൾ വെച്ചിട്ട്. നമ്മൾക്ക് ഈ പ്രപഞ്ചത്തിലെ ഇപ്പൊ സൂര്യൻ, ഇവിടെ സൂര്യനാണ്, തമിഴ്നാട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിലും എവിടെ ചെന്നിട്ടുണ്ടെങ്കിലും പറയുന്ന ഒരേ അർത്ഥത്തിലാണ്, അല്ലേ? അപ്പൊ വായുവിനായാലും എല്ലായിടത്തും ഒരേപോലെ, ചന്ദ്രനായാലും എല്ലാത്തിനും. ഇതിനെല്ലാത്തിനും ആരാണ് ഈ പേരിട്ടെന്നാണ് എന്റെ പാട്ട്. നിനക്കാരു തന്നു സൂര്യൻ എന്ന പേര്, നിനക്കാരു തന്നോ ചന്ദ്രൻ എന്ന പേര്. അത് കൊള്ളാൻ കിട്ടും. നിങ്ങൾ രണ്ടുപേരല്ലേ രാവും പകലും തീർത്ത്, നിനക്കാരു തന്നോ സൂര്യൻ എന്ന പേര്, നിനക്കാരു തന്നോ ചന്ദ്രൻ എന്ന ആരായിരിക്കും തന്നിരിക്കുന്നത്? ആരായിരിക്കും? അതാണ് ഭഗവാൻ തന്നെ ആയിരിക്കും. ഇപ്പൊ ഇവിടത്തെ ദേവിനെ കുറിച്ചൊരു പാട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ രംഗമാഷ് രചനയും സംഗീതവും. വിജയലക്ഷ്മി ഇവിടുത്തെ ദേവിനെ കുറിച്ചൊരു പാട്ട് ചെയ്തിട്ടുണ്ടോ? വൈക്കത്താപ്പത്ത്. ഇവിടെ ഞങ്ങളുടെ കുടുംബക്ഷേത്രം നാഗചാമുണ്ടേശ്വരി, വീട്ടുമുറ്റത്ത് തന്നെ. സിംഹേന്ദ്ര മധ്യമം ആണ്. ഉദയനാപുരം വാഴും നാഗേശ്വരി, ഉദയനാപുരം വാഴും നാഗേശ്വരി, ഉരഗശക്തീശ്വരി രാജേശ്വരി, ഉദയനാപുരം വാഴും നാഗേശ്വരി, ഉരഗശക്തീശ്വരി രാജേശ്വരി, ശ്രീ മഹാനാഗചാമുണ്ടേശ്വരി, നന്ദാവന ശ്രീ കുടുംബക്ഷേത്രവാസിനി, ശ്രീ മഹാനാഗചാമുണ്ടേശ്വരി, നന്ദാവന ശ്രീ കുടുംബക്ഷേത്രവാസിനി, ഉദയനാപുരം വാഴും നാഗേശ്വരി. ആ ഭാവ രാഗഭാവത്തിനെ അങ്ങ് അരച്ച് കളയ്ക്കുക അതിൻ്റെ അത് വെച്ചിട്ടുണ്ട്. താങ്ക് യു. അതാണ് സംഭവം. അതൊക്കെയാണ് കാര്യങ്ങൾ. സംഗീത കച്ചേരി നടത്തുന്നുണ്ടല്ലോ. അപ്പൊ അതിനകത്ത് വീണ, ഗായത്രി വീണ, ഒറ്റക്കമ്പി ഗായത്രി വീണ അത് നടത്തുന്നുണ്ട്, അല്ലാതെ കച്ചേരി നടത്തുന്നുണ്ട്. വായ്പാട്ടാണ് പ്രധാനം. വായ്പാട്ടാണ് പ്രധാനം. കച്ചേരിയിൽ ഏറ്റവും മെയിനായിട്ട് പാടുന്ന രാഗം ഏതാണ്? അങ്ങനെയാണല്ലോ ഒരു ഓഡിയൻസിന്റെ അനുസരിച്ച് നമ്മൾ അവർ റിക്വസ്റ്റ് ചെയ്യുന്നു. ആർക്കും ഇപ്പൊ കച്ചേരി വേണ്ടല്ലോ. അതെ 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 അതാണ് വല്ല. ഇപ്പൊ സിനിമാ പാട്ടുകളുള്ള വൃന്ദാവന സാരംഗ ഇപ്പൊ സ്വരം പാടുമ്പോ അതിലൊക്കെ മസാല ഇട്ട്, അതുകൊണ്ട് എല്ലാവരും ഇരിക്കുന്നതെന്ന് തോന്നുന്നു. ശങ്കരാഭരണത്തിലാണ് പടകാളി, ഇതുപോലെ സ്വരം നൊട്ടേഷൻ പാടും ഓഡിയൻസിനെ പിടിക്കാനായിട്ട്, ഓഡിയൻസിനെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. സിനിമാ ഗാനങ്ങളിൽ നൊട്ടേഷൻ പാടുക, അപ്പൊ എല്ലാവർക്കും മനസ്സിലാവും ഇതിന്റെ പാട്ടാണല്ലോ. സ്വരസ്ഥാനം ശങ്കരാഭരണത്തിൽ എന്തെങ്കിലും ഒരു പാടിയിട്ട് ഇങ്ങനെയൊക്കെ പാടും. ഭരതത്തിലെ രഘുവംശ പരിപാലയമ പാടിയിട്ട് സ്വരം പാടുമ്പോ ഇതുമാതിരിയൊക്കെ ചേർക്കുമ്പോ എല്ലാവർക്കും സന്തോഷം. പുതിയൊരു പ്രോഗ്രാം അല്ലെങ്കിൽ പാട്ടുകളെ വെച്ചിട്ടൊരു പുതിയൊരു പ്രോഗ്രാം ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഒരു ഐഡിയ ഉണ്ടോ? എന്തെങ്കിലും പുതിയൊരു സാധനം? കാരണം വെച്ചാൽ കച്ചേരി ഇപ്പം ജനങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല, ജനങ്ങൾക്ക് താല്പര്യമില്ലാതായി. പിന്നെ ഗാനമേള എല്ലാവരും ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് കച്ചേരി അല്ല ഗാനമേള ബാൻഡ് തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നു. ഏതാ? വിജയലക്ഷ്മി ബാൻഡ് ഇങ്ങനെ തുടങ്ങാൻ പ്ലാൻ ഉണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ബാൻഡ് അങ്ങനെ എന്തായിരിക്കും പ്രാധാന്യം പാട്ടിൽ? ഞാനും എൻ്റെ ഒരു ബാൻഡിന് ഋതത്തിന് പ്രാധാന്യം കൊടുത്തിട്ടാണ് ഞാനും. ഋതം നമ്മളെ സംസാരമായാലും നടത്തായാലും ഇരുത്തായാലും ഋതത്തിനാണ് ഞാനും. എല്ലാം ഋതത്തിന് പ്രാധാന്യമാണല്ലോ. അതെ. അപ്പൊ അതുകൊണ്ട് ഋതത്തിന് പ്രാധാന്യം കൊടുത്തിട്ടായിരിക്കും ചെയ്യുന്നത്. ഋതത്തില് ക്ലാസിക്കലോ എന്ത് വേണേലും പാടാം. അതെ അതെ അതെ.
അപ്പൊ അതിന് കീ ഐറ്റംസ് കുറവായിരിക്കോ റിതം ഐറ്റംസ് ആയിരിക്കോ കൂടുതൽ? എല്ലാം ഉണ്ടാവും, എല്ലാം പാകത്തിന് ചെയ്യാം. അതെ, ഓക്കെ ഓക്കെ. അങ്ങനെയാണെങ്കിൽ വിചാരിക്കുന്നു അച്ഛനുമായിട്ടൊക്കെ ഒന്ന് ആലോചിക്കണം. അച്ഛനും അമ്മയൊക്കെ പാടും കിട്ടാം. കുടുംബത്തോട് പാട്ടുകാരാണ്, അതെല്ലാം വായിച്ചിട്ടുണ്ട്, അറിയാം. സിനിമാ പാട്ടിൽ മെഡ്ലേ വായിക്കുക, ഗായത്രി വീണ ഒരു മെഡ്ലേ, ഒരു രാഗത്തിൽ തന്നെ ഒരു താളത്തിൽ പല പാട്ടുകൾ. അതൊക്കെയാണ് ഇപ്പൊ നമ്മുടെ പരിപാടി, പരീക്ഷണങ്ങൾ. ഇപ്പൊ സിനിമാ പാട്ട് ഗാനമേളയ്ക്ക് നൊട്ടേഷൻ പാടും. ശാന്തമ്മയുടെ സ്വരം പാനി സാ സാ നീ പ മ പ നി നീ പ മ പ മ സ സ നി സ നി സ. ഇതിന്റെ നോട്ട് ഇങ്ങനെയാണെന്ന് ജനങ്ങൾക്ക് മനസ്സിലാകണം, ഇതിന്റെ സ്വരങ്ങൾ ഇങ്ങനെയാണ്. സിനിമാ പാട്ടിന് സ്വരസ്ഥാനം ഉണ്ട്. ഇപ്പൊ എളുപ്പത്തില് ഇപ്പൊ ഒരു ഗിറ്റാർ പഠിക്കാനായാലും വയലിൻ പഠിക്കാനായാലും പോകുന്ന ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ സിനിമാ പാട്ട് വായിക്കാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. അങ്ങനെയല്ല, നൊട്ടേഷൻ അറിയണം. നൊട്ടേഷൻ ബേസ് പഠിക്കാതെ ഒരിക്കലും ഒരു കാര്യം നടക്കില്ല. ഒരു സാധനം പഠിക്കാന്ന് പറഞ്ഞാൽ എളുപ്പമല്ല അല്ലേ? അതില്ല, ഇങ്ങനെയൊക്കെ പാടി കൊടുക്കുമ്പോൾ അവർക്ക് കൂടുതൽ താല്പര്യം വരും. അതെ അതെ അതെ, അതിനുള്ള പരിപാടിയാണ് നമ്മൾ. അതിനുള്ള പരിപാടിയാണ്. അതെ. പുതിയ പരീക്ഷണം എന്താണ്? പുതിയ അടുത്ത പരീക്ഷണം വല്ലതും തുടങ്ങിയിട്ടുണ്ടോ? ഇപ്പൊ യോഗിനി എന്നൊക്കെ അപൂർവ രാഗങ്ങൾ നമ്മൾ എന്തൊക്കെ പഠിക്കാം. യോഗിനി കുറെ പഠിച്ചായിരുന്നു. യോഗിനി മധ്യമാതിക്ക് പ്രതിമധ്യമം സരിമ സരിമ പനി സനി ശരസാർ ഒന്നും ചെയ്തിട്ടുണ്ടല്ലോ, വിളക്ക് വെച്ചെന്നായിരുന്നുള്ള സിനിമയില് ചിത്ര ചേച്ചി പാടി ദേവികെ നോപുരം നീ ചേർത്തു ഈരെഴുതിരയിൽ മോഹിനി രൂപമായി നീയാട്. ഒരു ഫ്യൂഷൻ സ്റ്റൈലിലാണ് ചെയ്തേക്കണം. ആണല്ലേ? ശരസാർ നമ്മൾ ഇതൊക്കെ തേടി പിടിക്കാന്നാണ് നമ്മുടെ പരിപാടി. ഒരു മിക്കവരും ബാൻഡും ചെയ്തു തുടങ്ങി എല്ലാവരും. ഭജൻസ് ഉണ്ട്, ബാൻഡ് ഉണ്ട്, ഇപ്പൊ ഗാനമേള, ഇപ്പൊ പറയുന്ന ഫോക്ക്, ഇതെല്ലാം ഉണ്ട് ഇവിടെ. അതെ. വൈക്കം വിജയലക്ഷ്മിയുടെ ആയിട്ടുള്ളൊരു പരിപാടി, ഇതൊന്നും അല്ലാത്ത വേറൊരു സാധനം. ബാൻഡ് ആവരുത് ഒരിക്കലും, എൻ്റെ ഒരു ആഗ്രഹം ഉണ്ടാ ഞാൻ പറഞ്ഞത്. അതെ അതെ, അങ്ങനത്തെ ഒരു സാധനം വന്നാൽ എല്ലാ വേദികളിലും, ഈ ലോകത്തിന്റെ എല്ലാ വേദികളിലും ആവശ്യപ്പെടുന്ന ഒരു പ്രോഗ്രാമായി മാറാനായിട്ട് ചെയ്യണം. അതെ അതെ, അല്ല ഇതൊന്നും അല്ലാത്തൊരു സാധനമായിരിക്കണം എന്ന് ഞാൻ പറഞ്ഞത്. ബാൻഡ് ആവരുത്, കർണാടക സംഗീതത്തിന്റെ ഇതാവരുത്, ഗാനമേള ആവരുത്, ഒന്നും ആകാത്തൊരു സാധനത്തിന്. ഇപ്പൊ ഗായത്രി വീണ കണ്ടുപിടിച്ചത് ശരിക്കും അങ്ങനെ ഒരു സാധനത്തിലേക്ക് എത്തിയത് വളരെ എന്താ പറയാ, ഒരു നിമിത്തമാണ് ആയിരുന്നു അല്ലേ? അതെ, അച്ഛൻ സ്വന്തമായിട്ട് നിർമ്മിച്ചു. ഇപ്പം അങ്ങനത്തെ ഒരു സാധനം ഇവിടെ ലോകത്തിൽ ആരും ചെയ്തിട്ടില്ല. ഇല്ല, പാറ്റന്റ് എടുത്താലേ അതിനല്ല ഡോക്ടറേറ്റ് കിട്ടിയേക്കണം. അതെ, ഗായത്രി വീണ വോക്കൽ രണ്ടും കൂടിയാണ്. അപ്പൊ അത്തരം ഒരു സാധനം ഇതൊന്നും അല്ലാത്ത, കാരണം ഡോക്ടർ വൈക്കം വിജയലക്ഷ്മിയുടെ ഒരു പ്രോഗ്രാമാണ് ഇത്. ഇന്ന് വരെ ഇപ്പൊ ഗായത്രി വീണ പോലെ വേറൊരു പ്രോഗ്രാമിലേക്ക് എത്താനായിട്ട് ഒരു നിമിത്തമാവട്ടെ നമ്മൾ ഈ ചർച്ച എന്ന് നമുക്ക് പ്രത്യാശിക്കാം. അങ്ങനെ ഒരു സാധനം, അങ്ങനെ ഒരു പാട്ട്, ഒരു പ്രോഗ്രാം വരികയാണെങ്കിൽ അതിനകത്ത് ആദ്യം പാടുന്ന പാട്ട് എന്തായിരിക്കും? ആദ്യം പറഞ്ഞ വൈക്കം വിജയലക്ഷ്മി ആരാണെന്ന്, എന്താണ്, എങ്ങനെ വന്നു, ഇവിടെ എത്തി എന്ന് പറയുന്ന ഒരു പാട്ടായിരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പൊ അതിനെന്ത് ചെയ്യണം, എങ്ങനെ വരണോ എനിക്കറിയില്ല. അതെ, ഞാനിപ്പോ എനിക്കൊരു ഐഡിയ വന്നപ്പോ പറഞ്ഞാണ്. കാരണം കീർത്തനത്തില് മുദ്ര വന്നിട്ടുണ്ട്, വിജയ വന്നിട്ടുണ്ട്, വർണ്ണത്തിലും വന്നിട്ടുണ്ട്, എല്ലാത്തിലും വന്നിട്ടുണ്ട്, തില്ലാനയിലും വന്നിട്ടുണ്ട്, എല്ലാത്തിലും വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ അതൊക്കെ വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇതിന് സാധ്യതയുണ്ട്, ഒരു പുതിയൊരു സാധനം, പുതിയൊരു പ്രോഗ്രാം കണ്ടെത്താനുള്ള, അത് ചെയ്യാനുള്ളൊരു സാധ്യത കണ്ടതിന്റെ പേരിലാണ് ഞാനിങ്ങനെ സൂചിപ്പിച്ചത്. അപ്പോൾ ഇനി അറിയേണ്ടത്, സിനിമയില് എത്ര അവാർഡുകൾ കിട്ടി? കുറെ കിട്ടിയിട്ടുണ്ട്. എത്ര സംസ്ഥാന അവാർഡ് എത്ര കിട്ടി? സംസ്ഥാന അവാർഡ് ഒരെണ്ണം. പിന്നെ നാടകഗാനത്തിന് 2-3 കിട്ടിയിരുന്നു. നാടകഗാനത്തിന് ഏതാന്ന് ഓർക്കണില്ല. കേരളപുരം ശ്രീകുമാരേട്ടൻ്റെ ആണ് 2-3 കിട്ടി. സംഗീത നാടക അക്കാദമിയുടെ കിട്ടി. തമിഴ്നാട് സ്റ്റേറ്റ് അവാർഡ് ഒരെണ്ണമായി. അത് മേടിച്ചില്ലെന്ന് പറഞ്ഞു. മേടിക്കാൻ പോണേ ഉള്ളു, അതും കിട്ടി. അതെ, അങ്ങനെ തോനെയായി. ഞാനിവിടെ വന്നപ്പോഴ് വീട് നിറച്ച് സമ്മാനങ്ങളാണ്. സമ്മാന വീട് എന്ന് പേരിടുന്നതാണ് ഏറ്റവും നല്ലത്. ശരിയാ, സമ്മാൻ വീട്. കൈതപ്ര സാറാണ്. ഹായ് തിരുമേനി, നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? അതെ, ഉദയപുരം സുൽത്താനില്ലേ, ഞാനൊരു ചോദിച്ചോട്ടെ.
മറ്റേ മാണിക്യ വീണ മാനസരാഗം എന്നുള്ളതേ, അതില് ദാസേട്ടൻ ദാസാനു ദാസൻ ഞാൻ പാടുമ്പോഴേ ദാസാനു ദാസി ഞാൻ എന്ന് പാടിക്കോട്ടെ, അങ്ങനെയല്ലേ പാടുന്നത്? ആ ഞാൻ ചോദിച്ചിട്ട് പാടാല്ലെന്ന് ഓർത്താ തിരുമേനിയുടെ അനുവാദം ചോദിച്ചിട്ട് പാടണതാണ് അതിന്റെ ശരി. ഓക്കെ ആയിക്കോട്ടെ. മാണിക്യ വീണ മാനസരാഗം പഠിക്കാനുള്ളൂ. ദാസാനു ദാസൻ ഞാൻ എന്നാണ് അതിൽ പഠിക്കും. ഞാൻ ദാസിയാക്കാം. ഞാൻ പാടുമ്പോ എങ്ങനെ പാടാനാണ്? ദാസാനു ദാസി ഞാൻ. വലിയൊരു കാര്യം ചോദിക്കാനുള്ള ഒരു അവസരം കൂടി ഈ സമയം നമുക്ക് ഉപയോഗിക്കാൻ പറ്റി അല്ലേ? വലിയൊരു പാട്ട് ദാസേട്ടൻ പാടിയിരിക്കുന്ന ഒരു പാട്ടില് അത് ദാസന്റെ സ്ഥാനത്ത് ഞാൻ പാടും. ദാസന്റെ സ്ഥാനത്തേക്ക് ദാസിയാക്കണം, മൂകാംബികയുടെ ദാസിയായിട്ട്. അല്ല അതാണല്ലോ മര്യാദ. അദ്ദേഹം എഴുതിയത്, അപ്പൊ നമ്മൾ മാറ്റിപ്പാടിയിട്ട് അല്ല അത് നമ്മൾ ചോദിച്ചിട്ട് അത് അല്ല ഒരു ഗുരുത്വം. മര്യാദ ചിലര് പറയണം മര്യാദ, കൊച്ചിക്കാരുടെ ഭാഷ. അതാണ് മര്യാദ. ഇൻസ്ട്രുമെന്റ് ഒന്ന് വായിക്കണം. അതെ, കരോക്കെ ഇട്ട് തരുമോ? കരോക്കെ തന്നാലേ വായിക്കുള്ളൂ. കരോക്കെ ഇടാം. അത് ക്ലൈമാക്സ് നമുക്ക് അതിനകത്താക്കിയിട്ട് തീർക്കാം. കസൂല് വായിക്കുന്ന പാട്ട് ആരുടെ പാട്ടാണ്? ഇന്ന് ഞാൻ ശരത് സാറിന്റെ ഗാനമാണ്. ക്ഷണക്കത്തെ എന്നുള്ള ചിത്രത്തിൽ ദാസേട്ടനും ചിത്ര ചേച്ചിയും കൂടെ ആലപിച്ച ആകാശം. ഞാൻ ട്രാക്ക് ഇടട്ടെ. പാട്ട് സൂപ്പർ. അതിലിവര് അത് വായിച്ച പാട്ട് അതിനെ ഒട്ടും എന്താ പറയാ, അതിന്റെ ഒരു തരി പോലും സത്തം വിടാതെ അത് അതിനെ അത്ര ലയിച്ച് തന്നെ വായിച്ചിട്ടുണ്ട്. ഈ ഇൻസ്ട്രുമെന്റ് എവിടെ നിന്ന് വന്നു, എങ്ങനെ പഠിച്ചു, അതിന്റെ ഒരു ഡീറ്റെയിൽ ഒന്ന് പറയാമോ? പറയാം കേട്ടോ. ഇതൊരു റഷ്യൻ ഇൻസ്ട്രുമെന്റ് ആണ് ശരിക്കും. കുഞ്ഞു കുണുക്കാച്ചി. ഇതെനിക്ക് ആദ്യം ഗിഫ്റ്റ് തന്നത് ആലപ്പുഴയിലെ ഫ്ലൂട്ട് വായിക്കുന്ന ജോസി ചേട്ടനാണ്.
അതിനുശേഷം പെരുമ്പാവൂർ കിരൺ ആദ്യം പരിചയപ്പെടുത്തി തബല വായിക്കുന്നത്. തബല വായിക്കുന്ന ഇപ്പോൾ ദുബായിൽ നിന്ന് ഗീതാ രാധാകൃഷ്ണൻ ചേച്ചി തന്നാട്ടോ. അതാണ് ഇപ്പം ഞാൻ വായിക്കുന്നത്. പിന്നെ എറണാകുളത്ത് നിന്ന് മേടിച്ചിട്ടുണ്ട്, അച്ഛൻ മേടിച്ച് തന്നുണ്ട്, കുറേ ഉണ്ട്. ഒരു ചാക്ക് കസു നമുക്ക് ഒരു മേടിക്കാം. അത് പല ശ്രുതിയിലുള്ളതാണോ? പല ശ്രുതിയല്ല, നമ്മൾ പാടുന്നതാണ്. ഏത് ശ്രുതിക്ക് വേണേലും നമുക്ക് വായിക്കാം, മൂളിയാ മതി. ഇപ്പൊ ജിങ്കനമണിയിൽ ചില ആൾ വായിച്ചിട്ടില്ലേ, ഒരാൾ ഇതാ വായിച്ചിരിക്കണം. പിന്നെ ഞാൻ 1-2 സിനിമയിൽ വായിച്ചിട്ടുണ്ട്. മലയാളി ഫ്രം ഇന്ത്യ, ജഗദമ്മ സ്റ്റേറ്റ് ഫസ്റ്റ് 7B ഉർവശി ആന്റിയുടെ, അത് ഞാൻ വായിച്ചിട്ടുണ്ട്. അതെ. പിന്നെ ക്ലാസിക്കൽ ഭക്തിഗാനങ്ങൾ. പിന്നെ ശിങ്കാരവേലനെ ഒരു ലക്ഷ്മി ചേച്ചി ഗാനമേളയ്ക്ക് പാടിയപ്പോൾ ഞാൻ കൂടത്തിൽ നാദസ്വരത്തിന് പകരം ഫോളോ ചെയ്തിട്ടുണ്ട്. ഇത് വായിച്ചത് നാദസ്വരത്തിന്റെ കൂടെ നാദസ്വരത്തിന് പകരമായിട്ട്. വെരി ഗുഡ് വെരി ഗുഡ്. എന്താ കഥ. അങ്ങനെ ഇത് വെച്ച് കച്ചേരി നടത്തും? ഞാൻ ചെയ്തിട്ടുണ്ട്. മുഴുവനായിട്ടൊന്നും ചെയ്യണമെന്നുണ്ട്. അത്ര ഒത്തിരി പരീക്ഷണങ്ങൾ നടത്തുന്നതിന്റെ പേരിലേ നമ്മളെ കയ്യിൽ ഒരുപാട് ആയുധങ്ങൾ ഇരിക്കുന്നത്. അതിനകത്ത് ഏതൊക്കെയാണ് എടുത്ത് പ്രയോഗിക്കാൻ പറ്റുന്നതാണ്. അതെ, PP വായിക്കാറുണ്ട് പിള്ളേർ കളിക്കണം. ഓലപ്പിപ്പി. അതെ, ഓലപ്പിപ്പി, പ്ലാസ്റ്റിക് PP, അതിലൊക്കെ ആദ്യം പരീക്ഷണം നടത്തിയിട്ടുണ്ട്. എല്ലാ ഒക്ടാവും കിട്ടൂല കേട്ടോ, ഉള്ളത് കൊണ്ട് പോലെ വായിക്കാനേ പറ്റുള്ളൂ. അതിനകത്ത് എല്ലാരും തികഞ്ഞ സാധനം കിട്ടൂല. നമ്മളെ അങ്ങനെ എന്താ പറയാ, സ്വരങ്ങൾ വെച്ച് സെറ്റ് ചെയ്തേക്കണ ഒരു ഇതല്ലല്ലോ, സാധനം അല്ലല്ലോ. അതെ അതെ, നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന. അതെ, ഞാൻ വൈക്കത്തമ്പലത്തിൽ അത് വായിച്ചിട്ടുണ്ട്, തകലിനും PP കൂടെ. എന്താ ഷായിച്ചേട്ടൻ നാഗസ്വരം. അപ്പൊ ചേട്ടൻ പറയും, ഞാൻ ഇത്രയും വലിയ സാധനം കൊണ്ട് ഇതിന് നടക്കണേ. അതെ. എത്രാം ക്ലാസ് മുതൽ സ്റ്റേജിൽ പ്രോഗ്രാം മത്സര വേദികളിൽ കയറാൻ തുടങ്ങി? ഞാൻ 5ാം ക്ലാസ് മുതൽ. 5ാം ക്ലാസ് മുതൽ. പാട്ട് എന്തൊക്കെയായിരുന്നു? പാട്ടും ശാസ്ത്രീയ സംഗീതം, ലളിതഗാനം, ഇത് രണ്ടുമായിരുന്നു. പിന്നെ കഥകളി സംഗീതം പാടിയിട്ടുണ്ട്. അപ്പൊ ഈ 5ാം ക്ലാസ് മുതൽ സമ്മാനങ്ങൾ മേടിക്കാൻ തുടങ്ങിയതാണ്? അതെ. ഇപ്പോഴും മത്സര പരിപാടികളുണ്ടോ? ഇപ്പൊ മത്സരം ഇല്ല, പക്ഷെ സമ്മാനം കിട്ടുന്നുണ്ട്. സമ്മാനങ്ങൾ കിട്ടുന്നുണ്ട്. സമ്മാനങ്ങൾ കൈ നിറയെ സമ്മാനങ്ങൾ കിട്ടുന്നുണ്ട്. മത്സരിക്കാനില്ല. അപ്പോൾ ഇനി വരും നാളുകൾ നല്ല നല്ല വർക്കുകൾ ഉണ്ടാവട്ടെ, നല്ല നല്ല യാത്രകൾ, നല്ല നല്ല പ്രോഗ്രാമുകൾ, സർവശക്തനായ തമ്പുരാൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഓക്കെ, നന്ദി, നമസ്കാരം. സിനിഗ്രാം സിനിഗ്രാം ബിജുവണ്ണ, ഓക്കെ, എല്ലാവർക്കും ബൈ ബൈ. മ്യാവ്.